ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ദിവസമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഈ മനുഷ്യജന്മങ്ങളായിട്ടുള്ളവർക്ക് ഈശോ നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം. നമുക്കറിയാം, സ്വർഗാരോപണവുമുണ്ട്, സ്വർഗാരോഹണവുമുണ്ട്. ഈശോ സ്വർഗാരോഹണം ചെയ്തൊരു വ്യക്തിയാണ്. ഈശോ സ്വയമേ സ്വർഗത്തിലേക്ക് പോയൊരു വ്യക്തിയാണ്. പരിശുദ്ധ കന്യകാമറിയമാവട്ടെ, അവളെ മാലാഖമാർ വന്നിട്ട് അവളുടെ ആ ഭൗതിക ശരീരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാഖമാർ കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുക. നമ്മുടെ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വളരെ പ്രത്യേകിച്ച് പരിശുദ്ധപിതാവ് പയസ് 12 അദ്ദേഹത്തിൻ്റെ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ മുനിഫിസെന്തിസിമോസ് ദേവൂസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. ഈശോ ദൈവപുത്രനായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏകപുത്രനായിട്ടുള്ള ക്രിസ്തു തൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം പുഴു അരിക്കാതെ, മറ്റ് ശരീരം അലിഞ്ഞു പോകാതെ, അഴിഞ്ഞു പോകാതെ അവളുടെ ശരീരത്തെ ബഹുമാനിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ അമ്മയായിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെ ഈ ഭൂമിയിൽ നിന്ന് ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ദൈവപുത്രൻ നമുക്കൊരു ഓഫർ നൽകിയാണ്. ഈ ഭൂമിയിൽ കളങ്കമില്ലാത്ത ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നമ്മുടെ വിചാരം കൊണ്ടും വികാരം കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ ദൈവപുത്രന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ രീതിയിൽ പാപരഹിതമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സ്വർഗാരോപണം നടന്നത് ബിബ്ലിക്കൽ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 2-3 പേർക്ക് മാത്രമാണ്. പരിശുദ്ധ കന്യകാമറിയം ഉൾപ്പെടെ എലൈജ പ്രവാചകനുണ്ട്, അതുപോലെ തന്നെ എനോക്ക് പ്രവാചകനുണ്ട്, തീർച്ചയായിട്ടും പിന്നെ പരിശുദ്ധ കന്യകാമറിയമാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഞാൻ എപ്രകാരമുള്ള ജീവിതമാണ് നയിക്കേണ്ടത്? അത്തരത്തിലുള്ള ജീവിതം നയിക്കുമ്പോൾ, വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിന് ഞാൻ സാക്ഷിയാകുമ്പോൾ, തീർച്ചയായിട്ടും ദൈവപുത്രൻ എൻ്റെ ശരീരം, എൻ്റെ ഭൗതിക ശരീരം ഈ ഭൂമിയുമായിട്ട് അലിഞ്ഞു ചേരുവാനായിട്ട് ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, ഇതോടൊപ്പം തന്നെ ഭാരതീയ മക്കളായ നമ്മൾ ഇന്ന് 78ാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. 77ാമത്തെ സ്വാതന്ത്ര്യ വാർഷികം കൂടിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുക. നമ്മൾ ഒന്ന് വിലയിരുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ അവരുടെ അടിമത്തത്തിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും എവിടേക്കോ ഇനിയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുവാനുണ്ട്. ഒരുപക്ഷെ ഒരു അടിമത്തത്തിൽ നിന്ന് മറ്റൊരു അടിമത്തത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചില പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. അത് കാണുമ്പോഴൊക്കെ നമുക്കൊരു സെക്കൻഡ് തോട്ട് എപ്പോഴും വരുന്നുണ്ട്. എവിടേക്കോ ആത്മാർത്ഥതകൾ നഷ്ടപ്പെടുന്നത് പോലെ, എവിടേക്കോ നമ്മുടെ രാഷ്ട്രത്തിന് പൂർണ്ണമായിട്ടുള്ള സമർപ്പണങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ, ഇതിനോടൊപ്പം തന്നെ സമർപ്പിക്കപ്പെട്ട ഒത്തിരി പേരുമുണ്ട്. അവരെ നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഭാരതത്തെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ചിന്താഗതികളൊക്കെ എപ്പോഴും ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ളവർ, ഒരു അതർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളവർ, എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിൽ, എല്ലാ മതവിശ്വാസികളെയും പരിഗണിക്കുന്ന രീതിയിൽ, എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളെയും അതിൻ്റെ പോളിസികളെയും ഒക്കെ അംഗീകരിക്കുന്ന, മനുഷ്യത്വത്തെ അംഗീകരിക്കുന്ന, മനുഷ്യ സംസ്കാരങ്ങളെ അംഗീകരിക്കുന്ന ഒരു നല്ല ഒരു ഭാരതത്തെ പണിതെടുക്കുവാനായിട്ട് നമ്മുടെ ഇന്നത്തെ ലീഡേഴ്സിനെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും, അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.